വിസിറ്റിംഗ് വിസയിൽ ജോർദാനിലെത്തിയ മലയാളി ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടെ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശി തോമസ് ഗബ്രിയൽ പെരേരയാണ് മരിച്ചത്. 4 പേരാണ് ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇതിലൊരാൾക്ക് കാലിൽ വെടിയേറ്റു. മറ്റു 2 പേർ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലാണെന്നും ജയിലിലാണെന്നും സൂചനകളുണ്ട്. അനധികൃതമായി ഇസ്രായേലിലേക്ക് കടക്കാൻ നിരവധി ആളുകളാണ് ജോർദാനിൽ എത്തിച്ചേരുന്നത്. വ്യാജ ഏജൻസികളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. വളരെ ശക്തമായ ഇസ്രായേൽ അതിർത്തികൾ കടക്കാമെന്നും തൊഴിൽ വാങ്ങി തരാമെന്നും പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി പറ്റിക്കുന്ന നിരവധി വ്യാജ ഏജന്റുകളും ഏജൻസികളും നിലവിലുണ്ട്. ഇതിൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളായ ചില ആളുകൾക്കും നേരിട്ടും അല്ലാതെയും പങ്കുണ്ട്. അങ്ങനെ ഇസ്രായേലിലേക്ക് കടക്കാമെന്നും ജോലി ചെയ്യാമെന്നുമുള്ള ആഗ്രഹവുമായി എത്തിയ മലയാളിയാണ് ഇസ്രായേൽ അതിർത്തി കടക്കാൻ ശ്രമിക്കവേ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം തുമ്പ സ്വദേശി തോമസ് ഗബ്രിയൽ പെരേരയാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന മേനംകുളം സ്വദേശി എഡിസന് പരിക്കേറ്റെങ്കിലും എഡിസൺ തിരികെ നാട്ടിലെത്തി. ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കുണ്ട്. മറ്റ് 2 പേർ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലായെന്നാണ് സൂചന. കാലിൽ വെടിയേറ്റ എഡിസനെ ചികിത്സയ്ക്ക് ശേഷം ജോർദാൻ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ഗബ്രിയലിന്റെ മരണം സംബന്ധിച്ച് കുടുംബത്തിന് എംബസിയിൽ നിന്നുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചിരുന്നെങ്കിലും കുടുംബത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നില്ല. പരിക്കേറ്റ എഡിസൺ നാട്ടിലെത്തിയതോടെയാണ് ഗബ്രിയലിന്റെ മരണവിവരം പുറത്തറിഞ്ഞത്. കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇവരെ ജോർദാനിൽ എത്തിച്ച ഏജൻസികൾക്കെതിരെയുള്ള അന്വേഷണം പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.